അടുത്ത ദിവസങ്ങളിൽ ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കാണും. കഴിയുമെങ്കിൽ പ്രധാനമന്ത്രിയെയും കാണും. ഗവർണർക്കെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചാണ് റിപ്പോർട്ട് ചോദിച്ചെങ്കിലും ക്രമസമാധാന നില വിശദീകരിക്കണമെന്നും കത്തിലുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നതായി ഗവർണർ കേന്ദ്ര സർക്കാരിനെ വാക്കാൽ അറിയിച്ചു. കേന്ദ്രസേന വന്നാലും പ്രതിഷേധം തുടരുമെന്ന SFI പ്രവർത്തകരുടെ പ്രഖ്യാപനമാണ് കേന്ദ്രത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. അതേസമയം CRPF സുരക്ഷ അട്ടിമറിക്കാനാണ് SFIയുടെ ശ്രമം. സർക്കാർ പോണെങ്കിൽ പോട്ടെ എന്നാണ് SFI പറയുന്നത്. സംസ്ഥാന സർക്കാരല്ല SFI ആണ് വലുതെന്ന നിലപാടിലാണ് കേരള CPM. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷാ കേന്ദ്രം വർദ്ധിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഏറ്റവും ഉയർന്ന Z+ സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷയുണ്ടായിരുന്നത്. ഇതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ CRPFന് കൈമാറും. ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു. അതേസമയം കേന്ദ്രസേനയെ ഇറക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെ ആക്രമിച്ചുവെന്ന ഗവർണറുടെ വാദം നുണയാണ്. എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കട്ടെ. കേന്ദ്രസേന ഇറക്കി അടിച്ചമർത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഗവർണറുടെ ഭീഷണി വഴങ്ങേണ്ടവരല്ല കേരളത്തിലെ പോലീസ്. കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരെ IPC 124 ചുമത്തിയതിൽ കടുത്ത വിമർശനം SFIക്കുണ്ട്. അത് ചുമത്തേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി ബാധിച്ച പോലെയാണ്. ജനാധിപത്യ സമരങ്ങളെ ഗവർണർ പുച്ഛിക്കുകയാണ്. ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണ് ഗവർണറുടേത്. പൊറാട്ട് നാടകമാണ് ഗവർണർ കളിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഗവർണർ കാറിന് പുറത്തിറങ്ങിയത്. അധികാരം ദുർവിനിയോഗമാണിതെന്നും SFI നേതാവ് വിമർശിച്ചു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഭരണ സംവിധാനം അപകടത്തിലാകും എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ മറ്റ് VIPകൾക്ക് നൽകുന്ന സുരക്ഷയാണ് കേരള ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും ഇനി ഗവർണർക്കൊപ്പം സുരക്ഷാ ഭടന്മാർ അനുഗമിക്കും. ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉൾപ്പെടെ നൽകും. VIPയുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വെടിവെക്കാനുള്ള അധികാരം CRPFനുണ്ട്. AK-47 തോക്കുകളാണ് കേന്ദ്രസേന ഉപയോഗിക്കുക. ഉദ്യോഗസ്ഥർ മലയാളികളല്ലാത്തതിനാൽ CPMകാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്ന പതിവുണ്ടാവില്ല. ആധുനിക വാർത്താവിനിമയ സംവിധാനമായിരിക്കും ഇവർ ഉപയോഗിക്കുക. അതിനാൽ VIPയെ തടഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. സംസ്ഥാന സർക്കാരിന് ഗവർണറുടെ യാത്രയിൽ ചോരപ്പുഴ ഒഴുക്കാൻ തന്നെയാണ് താല്പര്യം. ഇതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഉദ്ദേശം. പണ്ട് മന്ത്രിയായിരുന്ന MV രാഘവന്റെ വണ്ടിക്ക് മുന്നിൽ ചാടി കുറേയധികം ജീവനുകൾ ബലി കൊടുത്തതുപോലെ തന്നെയാണ് ഗവർണറുടെ വണ്ടിക്ക് മുൻപിലും SFIക്കാരെ കയറ്റിവിടുന്നത്. പിണറായി സർക്കാർ 5 വർഷം തികയ്ക്കണോ വേണ്ടയോ എന്ന കാര്യം ഇനി നരേന്ദ്രമോദി തീരുമാനിക്കും. ക്രമസമാധാന നില സംസ്ഥാനത്ത് പൂർണ്ണമായി തകർന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാരിന്റെ ഭാവിയെക്കുറിച്ച് ഡൽഹിയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 50-ൽ പരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നതായാണ് കണക്കുകൾ. ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണക്കുകളിലാണ് ഇക്കാര്യം പറയുന്നത്. 2016 മെയ് 25 മുതൽ 2021 ഡിസംബർ 19 വരെ 47 കൊലപാതകങ്ങളാണ് നടന്നത്. ഇതിനുശേഷം 3 കൊലപാതകങ്ങൾ കൂടി നടന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം 2016 മെയ് 25 മുതൽ വിവിധയിടങ്ങളിലായി 22 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം മാത്രം 8 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളായി മാത്രം നടന്നത് 6 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അതായത് CPMകാരെ രക്ഷിക്കാൻ പോലും സർക്കാരിനാകുന്നില്ല.